ഡേറ്റ് കഴിയാറായ ഒരു ഗോൾഡ് ഉണ്ടായിരുന്നു, അതും ഒന്ന് പുതുക്കി വെച്ചു. പിന്നീട് ഞങ്ങൾ നേരെ സ്കൂളിലേക്കാണ് പോയത്. മോനെ വിളിക്കാൻ സമയമായിട്ടുണ്ടായിരുന്നു. ഞങ്ങളെ കണ്ടപ്പോഴേ ചാടി ഓടി ഇറങ്ങി വന്നു. ഇനി അവനെയും കൂടെ കൂട്ടി അടുത്ത അക്ഷയയിലേക്ക് റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റിന് അപേക്ഷ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളപ്പോൾ ഇവിടെ കയറിയത്. അപ്പോൾ നമുക്ക് മുന്നേ ഒരുപാട് പേര് വന്ന് വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത് കൊണ്ട് കുറച്ച് നേരം അവിടെ ഇരിക്കേണ്ടി വന്നു. പക്ഷേ അത്രയും നേരം അവിടെ ഇരുന്നതും വെറുതെ ആയി, സൈറ്റ് ഓപ്പൺ ആവുന്നുണ്ടായിരുന്നില്ല. പിന്നീട് അവിടെ നിന്ന് ഇറങ്ങി നേരെ പോയത് ഡ്രീംസിലേക്കാണ്. എൻ്റെ ഒരു ഫ്രണ്ട് ജോലി ചെയ്യുന്ന ബ്യൂട്ടി പാർലറാണ്. കുറേ നാളായിട്ട് ഈ ത്രെഡിങ് ഒക്കെ ഞാൻ മറന്നിരിക്കുകയായിരുന്നു. പിന്നെ എന്ന് വന്നാലും ഇതുപോലെ ഇവിടുത്തെ എല്ലാത്തിൻ്റെയും റേറ്റൊക്കെ ചോദിച്ച് മനസ്സിലാക്കും. വലിയ കാര്യമൊന്നുമില്ല. പിന്നെ അവൾ ത്രെഡ് ചെയ്ത് തന്നു. എൻ്റെ ഹെയർസിനെല്ലാം ഭയങ്കര കട്ടിയാണ്. ഒത്തിരി നാളായതുകൊണ്ടും കൂടി നൂല് പൊട്ടി പൊട്ടി പോവായിരുന്നു. പിന്നെ അവളുടെ വക ഒരു മസാജ്. ആ വെയിലത്തെല്ലാം കറങ്ങിയിട്ട് വന്നതുകൊണ്ട് നല്ല ഉറക്കം വന്നു. പിന്നെ ഇതേ ഒരു ഫാൻസി കടയിലോട്ടാണ് കയറിയത് കേട്ടോ. അവിടെ കണ്ട സാധനങ്ങളെല്ലാം ഇങ്ങനെ വലിച്ചു വാരി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും എനിക്ക് ആവശ്യമേ ഇല്ല, പക്ഷേ എന്നാലും കണ്ട് സംതൃപ്തി അടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഓങ്കാര വന്ന് പറഞ്ഞത്, അമ്മയെ ഞാനൊരു കളിപ്പാട്ടം കണ്ടു വെച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ അത് റിമോട്ട് കാറായിരുന്നു കേട്ടോ. ഒരു 795 രൂപയുടെയൊക്കെ. ഇതേപോലൊക്കെ അവൻ ഒരുപാട് വാങ്ങിച്ചു കൊടുത്തതാണ്. 1-2 ദിവസം മാത്രം അവൻ ഇത് വെച്ച് കളിക്കും. പിന്നെ ഞാനിത് കസേരയുടെയും കട്ടലിൻ്റെയൊക്കെ ഇടയിൽ നിന്ന് തൂത്ത് വരി എടുക്കണം. അപ്പോൾ ഇതൊന്നും വേണ്ട, വേറെ എന്തെങ്കിലും എടുക്കുക, ഇതൊക്കെ നിനക്ക് ഉള്ളതല്ലേ എന്ന് പറഞ്ഞ് ഞാൻ അവനെ വഴിതിരിച്ച് വിട്ടു. അങ്ങനെ അവിടെ എല്ലാം അവൻ ഒരുപാട് തപ്പിട്ട് കണ്ടുപിടിച്ചതാണ് ഈ ക്ലേ. ഇത് വീട്ടിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ കളറെല്ലാം കൂടെ ഒന്നാക്കി അവനൊരു ബോൾ പോലെ ആക്കും. എങ്കിലും സാരമില്ല, ഇതൊരെണ്ണം ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് ഞാനതങ്ങനെ വാങ്ങിക്കൊടുത്തു. പിന്നീട് അവനൊരു ചെരുപ്പ് എടുക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. അവിടെ ചെന്നപ്പോൾ അച്ഛനും മോനും തമ്മിൽ ഷൂ വേണോ ചെരുപ്പ് വേണോ എന്നതിലൊരു തർക്കമായിരുന്നു. പിന്നെ അവസാനം ചെരുപ്പ് മതി, ഷൂ വേണ്ടാന്നായി. അവിടെ ഒരുപാട് ചെരുപ്പൊക്കെ എടുത്തിട്ട് നോക്കി, പക്ഷേ ഒന്നും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. പിന്നെ വള്ളിച്ചെരുപ്പ് എടുത്താലോ എന്ന് ആലോചനയിലായി. വള്ളിച്ചെരുപ്പ് വേണ്ട, പിന്നെ അത് ഒട്ടിക്കത്തില്ല, അതിങ്ങനെ അഴിച്ചിട്ടുകൊണ്ട് നടക്കും, പിന്നെ അത് അവൻ തട്ടി മറിഞ്ഞടിച്ച് വീഴും, അതും വേണ്ട. പിന്നെ ഞങ്ങൾ വേറൊരു കടയിൽ വേണ്ടി കയറി. അവിടെ ചെന്നപ്പോൾ എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ചെരുപ്പ് തന്നെ കിട്ടി. അതിൻ്റെ സന്തോഷമാണ് ഇപ്പോൾ ആ മുഖത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇല്ലയെന്നുണ്ടെങ്കിൽ വീട്ടിൽ ചെല്ലുമ്പോൾ ഇത് അവൻ ഉപയോഗിക്കത്തില്ല, വെറുതെ മൂലയ്ക്ക് കിടക്കത്തേ ഉള്ളൂ. സ്കൂൾ തുറപ്പൊക്കെ പ്രമാണിച്ചായിരിക്കാം അവിടെ ലക്കി ഡ്രോയുടെ കൂപ്പൺ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളും അതിലൊന്ന് ഫില്ല് ചെയ്ത് കൊടുത്തു. ഭാഗ്യം വന്നാലോ. അടിച്ചു മോനെ അടിച്ചു, ഇന്നസെൻ്റ് പറയുന്ന പോലെ ഞങ്ങൾക്കെങ്ങാനും അടിച്ചാലോ. എല്ലാവരും തപ്പിത്തിരിഞ്ഞ് ക്ഷീണിച്ചിരുന്നു. പിന്നെ നേരെ തൃശ്ശൂർ ബേക്കറിയിലേക്ക്. അവിടെ ചെന്നപ്പോൾ ഓങ്കാരിയുടെ സ്ഥിരം ഫ്രൂട്ടി തന്നെ വേണം. ഞങ്ങൾ ഓരോ ലൈം സോഡ കുടിച്ചു, മുട്ടപ്പപ്സും വാങ്ങിച്ചു. അങ്ങനെ ഇന്നത്തേക്കുള്ളതായി. ഇനി ഞങ്ങൾ വീട്ടിലേക്കാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.